ഈ പേരുകളിൽ പ്രസ്തുത മതത്തിന്റെ പിൻഗാമികൾ എന്നറിയപ്പെടുന്നവരുടെ കൈകളിലുള്ള രേഖകളെ കുറിച്ചുള്ള കുറെ ചർച്ചകൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോ ഇതിന്റെ തുടക്കത്തിൽ വായിക്കാനുള്ളത് വലഖദ്നാലും അന്നഹും യുജീബൂന മൻ യസ്അൽ മിന്നന ജമാ അസ്റാ തിൽകൽ കുതുബ് ബഅദ ഫഖ്ദിഹാ വഇന്നമാ ഇജ്മാഉൽ മൗജൂദ് വലാ ശൈഅൻ യതമദ ഫി ഇസ്ലാഹി ഗലതിഹാ ഖായിലീൻ ഇന്നഹു കതബ മാ കതബ ബിൽ ഇൽഹാം ഫകാന സവാബൻ ولكن هذا الإلهام مما لا سبيل إلى إقامة البرهان عليه ولا هو مما يحتاج فيه إلى جمع ما في أيدي الناس الذين لا ثقة بنقلهم. അപ്പോ ഈ അസ്റ എന്ന് പറയുന്ന പിൽക്കാലത്ത് ഈ രേഖകളെല്ലാം കൂടി ക്രോഡീകരിച്ച വ്യക്തി അതെങ്ങനെ ക്രോഡീകരിച്ചു എന്ന് ചോദിക്കുന്നവരോട് ഇതിന്റെ ആളുകൾ മറുപടി പറയാ താഴെ പറയുന്ന പോലെ ആയിരിക്കും. അപ്പൊ ഇത് പിന്നെ കിട്ടാനായി പോയി, മിസ്സായി പോയി, ഉള്ള ഒന്നല്ലേ ജമ്മ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ജമ്മ ചെയ്തു ഈ രേഖകൾ, തൗറാത്തിന്റെ രേഖകൾ. മാത്രമല്ല വലായി ഷൈൻ എഴുത്തമ്പി ഇസ്ലാഹി ഖലത്തിഹ, അതിൽ വന്ന പിഴവുകൾ തിരുത്താൻ എന്തിനാണ് അദ്ദേഹം ആശ്രയിച്ചത് എന്ന ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയുക ഖായിലീൻ ഇന്നഹു കതബ മാ കതബ ബിൽ ഇൽഹാം ഫകാന സവാബൻ എന്നാണ്. അദ്ദേഹം എന്താണ് എഴുതിയത്, ആ എഴുതിയത്രയും ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഇൽഹാമിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അതിന് തെറ്റുകളൊക്കെ തിരുത്തി ഒക്കെ ശരിയായ രേഖകൾ തന്നെയാണ് അദ്ദേഹം എഴുതിയത് എന്നവർ പറയും. പക്ഷെ വലാകിന്ന ഹാദൽ ഇൽഹാം, ഇവർ ഈ പറയുന്ന ഇൽഹാം മിമ്മാ ലാ സബീല ഇല ഇഖാമത്തിൽ ബുർഹാൻ അലൈഹി, തെളിയിക്കാൻ യാതൊരു മാർഗമല്ലാത്ത ഒരു വാദമാണ് ഇവരുടെ ഇൽഹാം വാദം. വലാഹുവ മിമ്മാ യുഹ്താജു ഫീഹി ഇല ജംഇ മാ ഫി ഐദിൻ നാസ് അല്ലദീന ലാ സിഖത ബിനഖ്ലിഹിം, റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകളുടെ കൈകളിലുള്ള എല്ലാം കൂടി ജമ്മ ചെയ്യേണ്ട ആവശ്യം ഈ തെളിയിക്കാൻ വരുന്നില്ല എന്നുള്ളതാണ്. വലൗ കതബ അസ്റ ബിൽ ഇൽഹാം സഹീഹ്, ശരിക്കുള്ള ഇൽഹാമിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അസ്റ എഴുതിയിരുന്നെങ്കിൽ ല കതബ ശരിയത്ത് മൂസാ നബിക്ക് അള്ളാഹു കൊടുത്ത ശരിയത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയേനെ മുജറദത്തൻ മിനൽ അഖ്ബാരി താരിഖിയ, അതിന്റെ ശേഷം കൂട്ടിച്ചേർത്ത ചരിത്ര റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മുക്തമാക്കിയിട്ട് അള്ളാഹ് ഇറക്കി കൊടുത്തത് പ്യൂർലി അത് മാത്രം എഴുതുമായിരുന്നു. വമിൻഹ, ഈ ചരിത്ര രേഖകളിൽ ഉണ്ട് ദിക്റു കിതാബത്തിഹി ലഹ, ഇത് അദ്ദേഹം എഴുതിയതിന്റെ ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ വലൈഹ ഫി ജാനിബി താബൂത്ത്, പേടകത്തിന്റെ കൂടെ അത് വെച്ചതിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ദിക്രി മൗത്തിഹി, അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വിഷയം പറയുന്നുണ്ട്. ആദ്മി മജി മിസ്ലി, അദ്ദേഹത്തെ പോലെ ഒരാൾ ഇനി വരാനില്ല എന്ന കാര്യവും പറയണം. അപ്പം മൂസാ നബിക്ക് ഇറക്കി കൊടുത്താലല്ലോ ആകുന്നു. മൂസാ നബിക്ക് ഇറക്കി കൊടുത്തതിൽ ഈ പറഞ്ഞ വിഷയമൊന്നുമില്ല, അതൊക്കെ ഇതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇൽഹാമിന്റെ അടിസ്ഥാനത്തിലാണ് എഴുതിയത് എന്നുള്ള വാദം അവിടെ തന്നെ പൊളിയാണ്. ചില യൂറോപ്യൻ പണ്ഡിതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, വ്യക്താക്കുന്നുണ്ട്, തൗറാത്തിന്റെ ഏടുകള് വിവിധങ്ങളായ ശൈലികളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ലാ യുംകിനു തക്കൂന കിതാബത്ത് വാഹിദ്, അത് ഒരാളുടെ മാത്രം എഴുത്തായിരിക്കാൻ നിവൃത്തിയില്ലാത്ത വിധം വളരെ വിഭിന്നമായ വ്യത്യസ്തമായ ഉസ്ലുബുകളിൽ എഴുതിയിട്ടുണ്ട്, ശൈലികളിൽ. വലൈസ്മിൻ ഖർദിന നുത്തീല ഫി ദാലിക്, അതിന്റെ കാര്യം വിശദീകരിച്ച് പറയാൻ നമ്മുടെ ഉദ്ദേശമല്ല. വൈനമ നഖൂൽ, നമുക്കിവിടെ പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ന തൗറാത്ത് അല്ലത്തി യശ്ഹദു ലഹൽ ഖുർആൻ ഹിയ മാ വഹാഹു അല്ലാഹു ഇലാ മൂസ, ഖുർആൻ ഇവിടെ സർട്ടിഫൈ ചെയ്യുന്ന തൗറാത്ത് എന്ന് പറയുന്നത് കൃത്യമായി മൂസാ നബിക്ക് അള്ളാഹു കൊടുത്ത വഹി എന്തോ അതാണ്. ലിയുബല്ലിഗഹു ഖൗമഹു, തന്റെ ഖൗമിന് തബ്ലീഗ് ചെയ്യാൻ വേണ്ടി, ബിൽ ഖൗൽ വൽ കിതാബ്, രേഖയായിട്ടും എഴുത്തായിട്ടും എന്തൊക്കെയാണ് മൂസാ നബിക്ക് അള്ളാഹു കൊടുത്തത് വഹിയായി, അതാണ് ഖുർആൻ സർട്ടിഫൈ ചെയ്യുന്ന തൗറാത്ത്. അല്ലാത്ത സംഗതികളെ കുറിച്ച് നമുക്ക് ഉടൻ പാടിനി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വമ്മ തൗറാത്തുല്ലത്തി ഇൻദൽ ഖൗം ഫഹിയ കുതുബുൻ താരിഖിയ്യ മുസ്തമില അലാ കസീരി മിൻ തിൽക ശരീഅത്തിൽ മുനസ്സല. എന്നാൽ ഇന്ന് ഖൗമിന്റെ അടുക്കൽ തൗറാത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സാധനം അത് ഒരുപാട് ചരിത്ര രേഖകളാണ്. ഈ ശരീഅത്തിന്റെ കുറെ ഭാഗങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. മൂസാ നബിക്ക് ഇറങ്ങി കൊടുത്ത ശരീഅത്തിന് കുറച്ച് ഭാഗങ്ങളുണ്ട്, എന്നാൽ പിന്നീടുള്ള ചരിത്രങ്ങൾ കൂടിയുള്ള ഒരു രേഖയാണ്. എന്നാൽ ഖുർആൻ യഖൂലു ഫിൽ യഹൂദ്, യഹൂദികളെ പറ്റി അള്ളാഹു ഖുർആൻ പറയുന്നുണ്ട്. ഇന്നഹു മൂത്തു നസീബ മിനൽ കിതാബ്,
കിതാബിൽ നിന്നുള്ളൊരു വിഹിതം ലഭിച്ചിട്ടുണ്ട് അവർക്ക്. ഖുർആൻ ഇറങ്ങുന്ന കാലത്തുള്ള യഹൂദികളെ പരാമർശിച്ചുകൊണ്ട് തന്നെ പറയുന്നതാണ്, കിതാബിൽ നിന്നുള്ളൊരു വിഹിതം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു മൂസാ നബിക്ക് ഇറക്കി കൊടുത്ത എല്ലാം മിസ്സായി പോയിട്ടില്ല, ചെറുതൊക്കെ അതിലുണ്ട്. കമായക്കുലിന്നഹും നസു ഹല്ല മിമ്മ ദുഃഖി. അതേ സമയത്ത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അവർക്ക് അള്ളാഹു ഉദ്ബോധനമായി കൊടുത്തതിൽ നിന്ന് നല്ലൊരു ഭാഗം അവർ വിസ്മരിച്ചു, അവർ മറന്നുപോയി. അപ്പൊ അള്ളാഹുക്ക് കൊടുത്ത് കുറച്ചുണ്ട്, കുറെ ഇല്ലാതായിട്ടുണ്ട് എന്ന് ചുരുക്കം. വലിയന്നഹു യസ്തഹീൽ, മാത്രമല്ല തീർത്തും അസംഭവ്യമായ ഒരു കാര്യമാണ്, അൻ തൽസ തിൽക്കൽ ഉമ്മത്തു ബാദ ഫഖ്രി കിതാബി ശരീഅത്തിഹ ജമീഅ അഹ്കാമിഹ. അവർക്ക് ഈ ഒരു ഉമ്മത്തിന് കിട്ടിയ ശരീഅത്തിന്റെ കിതാബ് മിസ്സായതിനു ശേഷം അവർക്കുണ്ടായിരുന്ന നിയമങ്ങളൊക്കെയും അവർ മറന്നു പോകുക എന്നുള്ളത് അസംഭവ്യമാണ്. കിതാബ് പോയിട്ടുണ്ടെങ്കിലും അവരെടുത്ത് അതിന്റെ കുറെ ഭാഗങ്ങൾ ഓർമ്മയിലും അറിവിലൊക്കെ ഉണ്ടാവും. എല്ലാം കൂടി ഹുക്മുകൾ മുഴുവൻ മിസ്സായി പോകില്ല. അപ്പൊ ആ കത്തബഹു അസ്റാവ വൈറുഹു. അപ്പൊ ഈ അസ്റ ആയിരുന്നാലും മറ്റുള്ളവരായിരുന്നാലും രേഖപ്പെടുത്തിയത് മുസ്തമിലുൻ അല മാ ഹഫിള മിൻഹ ഇലാ അഹ്ലി. ഈ പറയുന്ന കൂട്ടത്തിൽ, തൗറാത്തിന്റെ കൂട്ടത്തിൽ സംരക്ഷിക്കപ്പെട്ടു പോകുന്നതായി അദ്ദേഹത്തിന്റെ കാലം വരെ ഉള്ളത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് അദ്ദേഹം എഴുതിയത്. വല ഗൈരിഹി മിനൽ അഖ്ബാർ, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ പിന്നെ മറ്റുള്ള അഖ്ബാറുകളെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലം വരെ സൂക്ഷിക്കപ്പെട്ടതിലുണ്ട്, അല്ലാത്ത ഖബറുകളും ആ കൂട്ടത്തിൽ അദ്ദേഹം എഴുതിയതിലുണ്ട്. വഹദ കാഫിൻ ലിഹ്തിജാജ് അല ബനി ഇസ്രായീൽ ബിഇഖാമത്തി തൗറാത്ത്. തൗറാത്ത് ഇഖാമത്ത് ചെയ്യണം, തൗറാത്ത് യഥാവിധി നിലനിർത്തി അതനുസരിച്ച് വിധിക്കണം, അതനുസരിച്ച് ജീവിക്കണം, അതനുസരിച്ച് കാര്യങ്ങൾ തീർപ്പാക്കണം എന്ന് ബനു ഇസ്രായേലിനോട് പറയാൻ ഇതെമ്പാടും മതിയാകാം. ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ തൗറാത്ത് അനുസരിച്ച് കൃത്യമായി നടപ്പാക്കണം കാര്യങ്ങൾ. ബി അന്ന ഫി വലി ഷഹാദ ബി അന്ന ഫിഹ ഹുക്മല്ലാഹി, ബി അന്ന ഫിഹ ഹുക്മല്ലാഹി. ബി അന്നക്ക് ഖബർ ഫിഹ എന്നുള്ളതാണ്, പിന്നെ ഹുക്മ എന്നുള്ളതാണ്. അല്ല, ഫിഹ എന്നുള്ള അതിന്റെ ഇസ്മ മുന്നിൽ വന്നതാണ്, ഹുക്മ എന്നുള്ള ഖബർ പിന്നാലെ വന്നതാണ്. അപ്പൊ മനസ്സുമായിട്ട് തന്നെ വായിക്കണം. ബി അന്ന ഫിഹ ഹുക്മല്ലാഹി ഇന്നല്ലാഹ അലീം എന്ന് പറയുമ്പോണ്ടല്ലോ, ഇന്നല്ലാഹ എന്നാ പറയുക, അലീമുൻ റഫു. അപ്പൊ ഫിഹ എന്നുള്ളതിലാണ്, ആ ജുംലയിലാണ് റഫു ഉള്ളത്. ഹുക്മ എന്നുള്ളത് നസ്ബായിട്ട് തന്നെ വായിക്കണം. അതിന്റെ നിയമം അങ്ങനെ പറയണം. അപ്പൊ ഒരു ഷഹാദ ബി അന്ന ഫിഹ ഹുക്മല്ലാഹി, തൗറാത്തിൽ അള്ളാഹുവിന്റെ ഹുക്കുമുണ്ട് എന്നുള്ളതിന്റെ സാക്ഷിത്വത്തിനും ഈ പറഞ്ഞ വക്കത്തിന്റെ ധാരാളമാണ്. കമാഫി സൂറത്തുൽ മായിദ, അള്ളാഹിന്റെ ഹുക്കുമു ഫിഹ ഹുക്കുമുഹു ഹുക്കുമുല്ലാ എന്ന് സൂറത്തുൽ മായിദയിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിന്റെ പിന്നെ നിയമം മായിദയിൽ, സൂറത്തുൽ മായിദയിൽ പറയേണ്ട തൗറാത്തിലുണ്ട്. وبهذا يجمع بين الآيات الواردة في التوراة وبين المعقول والمعروف في تاريخ القوم. അപ്പൊ തൗറാത്തിന്റെ കാര്യത്തിൽ ഖുർആനിൽ വന്ന ആയത്തുകളും അതേസമയത്ത് ഈ കൗമിന്റെ ചരിത്രത്തിൽ നിന്ന് ഇതുവരെ ലഭ്യമായതും മനസ്സിലാകുന്നതുമായ കാര്യങ്ങളും ക്ലബ് ചെയ്യാൻ, ജമ്പ് ചെയ്യാൻ ഇതൊക്കെ തന്നെ മതി എന്നുള്ളതാണ്. തൗറാത്തിനെ കുറിച്ച് ഖുർആന്റെ പരാമർശങ്ങളും നിലവിൽ യൂത സമൂഹത്തിനടുക്കൽ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളും ഒരുമിച്ച് ഉൾക്കൊള്ളാൻ ഇത് മതി. ഇനി ഇഞ്ചീലിന്റെ കാര്യം. ഇഞ്ചീൽ എന്നുള്ള വാക്ക് യൂനാനിയുൽ അസ്ലാണ്, അത് ഗ്രീക്ക് ഒറിജിനാണ്. മാനാഹു അൽ ബിഷാർ, സുവാർത്ത, സന്തോഷ വാർത്ത എന്നുള്ളതാണ് ഇഞ്ചീൽ എന്ന വാക്കിന്റെ അർത്ഥം. ഗ്രീക്ക് ഒറിജിനാണ് വാക്ക്. ഖീല വ താലീമുൽ ജദീദ്, എന്നാൽ മറ്റൊരർത്ഥമായി പറയപ്പെടുന്നത് പുതിയ അധ്യാപനം എന്ന അർത്ഥമാണ്. ബഹുയുത്ലഖു ഇൻദ നസാറ, ക്രിസ്ത്യാനികൾ ഈ ഇഞ്ചീൽ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനവർ പറയുന്നത് അല അർബാത്തി കുത്തുബിൻ ബിൽ അനാജീൽ അർബ, 4 ബൈബിളുകളായി അറിയപ്പെടുന്ന 4 ഗ്രന്ഥങ്ങളെ കുറിച്ചാണ് അവർ ഇഞ്ചീൽ എന്ന് പറയുന്നത്. വാലമ യുസമ്മുനഹു അൽ അഹദൽ ജദീദ്, പുതിയ നിയമം എന്നവർ പേരിടുന്നതും ആണത്. വഹുവ ഹാദിഹിൽ കുതുബുൽ അർബ മാ കിതാബി അമാലിർ റസൂൽ അയ്യൽ ഹവാരിയീൻ, അപ്പോസ്തലന്മാരുടെ അമലുകളുടെ കൂടെ തന്നെ ഉള്ളതാണ് ഈ 4 കിതാബുകൾ. വസായിൽ പോൾസ് ബത്രസ് വ യുഹന്ന വ യാക്കൂബ് വർവിയ യുഹന്ന, പോൾസിന്റെ റസായിലുണ്ട്, ബത്രോസിന്റെ എഴുത്തുകളുണ്ട്, യുഹന്നയുടെ എഴുത്തുകളുണ്ട്, യാക്കൂബിനുണ്ട്, യുഹന്നൽ മാമദാനിയുടെ സ്വപ്നങ്ങളും. അയ്യൽ മജ്മു, ഇതിനെല്ലാം കൂടിയാണ് ഇഞ്ചീൽ എന്ന് അവർ വിളിക്കുന്നത്. ഫലാ യുത്ലഖു അലാ ശൈഇ മിമ്മ അദാ അൽ കുതുബിൽ അർബഅ ബിൽ ഇൻഫിറാദ്. ഈ 4 കിതാബിന്റെ അപ്പുറത്ത് വേറെ ഒന്നിനെയും കുറിച്ച് ഒറ്റയ്ക്ക് പറയുന്നൊരു വാക്കല്ല ഇഞ്ചീൽ എന്നുള്ള പരാമർശം. അനാജീലുൽ അർബഅത്തു ഇബാറ അൻ കുതുബിൽ വജീസ ഫി സീറത്തിൽ മസീഹ് അലൈഹിസ്സലാം. 4 ഇഞ്ചീലുകൾ എന്ന് പറയുന്നത് മസീഹിന്റെ ചരിത്രത്തിൽ, ഈസാ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വന്നിട്ടുള്ള കുത്തുബുൻ വജീസ,
ലഘു കിതാബുകൾ, അതിനെക്കുറിച്ചെല്ലാം കൂടി പറയുന്ന പേരാണ് ഇഞ്ചീൽ 4 ഇഞ്ചീലുകൾ. അതേപോലെ ഷെയ്മിൻ താരീഖ്, അദ്ദേഹത്തിന്റെ ചരിത്രവും കുറച്ചുണ്ട്, അദ്ദേഹത്തിന്റെ ജീവചരിത്രമുണ്ട്. അപ്പോൾ താലീമി, അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളുണ്ട്. വലിഹാദ സുമിയത്ത് അനാജീൽ, ഇതുകൊണ്ടാണ് ഇഞ്ചീലുകൾ എന്ന് പറയുന്നത്. ഖുറാൻ അനുവൽ ഇഞ്ചീൽ എന്നേ ഉള്ളൂ, എന്നാൽ ഇഞ്ചീലുകൾ ആണ് അവരുടെ അടുത്തുള്ളത്. വലൈസ്ലി ഹാദിൽ കുത്തുബ് സനദ് മുത്തസൽ ഇൻ അഹലിഹ, ഈ ഗ്രന്ഥങ്ങൾ ഈസാ അലൈഹി ഇസ്ലാമിലേക്ക് എത്തുന്നതാണെന്നുള്ളതിന് അവരുടെ അടുക്കൽ മുത്തസിലായ സനദില്ല. മുഖ്തലിഫു നബി താരീഖി കിതാബത്തിഹ അല അഖ്വാൽ കസീറ, ഇത് രേഖപ്പെടുത്തിയത്, എഴുതിയത് എന്നുള്ളതിനെ കുറിച്ച് അവരുടെ അടുത്ത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായാന്തരങ്ങൾ അവർക്ക് ആ വിഷയത്തിൽ ധാരാളമായിട്ടുണ്ട്. സനഅലത്തി കുത്തിബ ബിഹൽ ഇഞ്ചീൽ അൽ അവ്വൽ, ആദ്യത്തെ ബൈബിൾ എഴുതിയ വർഷത്തെക്കുറിച്ച് കിസ്സത്തു അഖ്വാൽ, ഒന്നല്ല 9 കൗലുകളുണ്ട്. ഫികുലി വാഹിദി മിന സലാസ ഇദ്ദത്തു അഖ്വാൽ, 3-ൽ ഓരോന്നിനെ കുറിച്ചും ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അലാനഹും യഖൂലൂൻ ഇന്നഹ കുത്തിബത് മിൻ നിസ്ഫ് സാനി മിനൽ ഖർനിൽ അവ്വൽ അൽ മസീഹ്, ക്രിസ്തബ്ദം 1-ാം നൂറ്റാണ്ടിന്റെ 2-ാം പാതിയിൽ ഇത് എഴുതി എന്ന് അവർ പറയുന്നുണ്ട്. ലാക്കിൻ അഹദത് അഖ്വാൽ ഫിൽ ഇൻജീൽ അൽ അവ്വൽ, ഒന്നാമത്തെ ഇഞ്ചീലിനെ കുറിച്ച് വന്ന ഒരു കൗൽ എന്താണ്, അൻഹു കുത്തിബ സന 37, അപ്പൊ 1-ാം പാതിയിലാണ്, 2-ാം പാതിയല്ല, 37 എഴുതിയത്. മിൻഹ അൻഹു കുത്തിബ സന 64, അവിടെ 2-ാം പാതിയാണ്, 64 എഴുതിയത്, 64-ാം വർഷം, മറ്റേ 37-ാം വർഷം. അവനിൽ അഖ്വാൽ ഫിർ റാബിയ, 4-ാം ഇഞ്ചീലിനെ കുറിച്ചുള്ള കൗലുകളോ, അൻഹു കുത്തിബ ഫി സാമിൻ വത്തിസ്ഈൻ ലിൽ മീലാദ്, ക്രിസ്തു ജനിച്ചിട്ട് 98-ാമത്തെ വർഷത്തിലാണ് ഇത് എഴുതിയത്. ഒമിനുമൻ അൻകർ അന്നഹു മിൻ തസ്നിഫി യൂഹന്ന, ഇത് യൂഹന്നയുടെ രചനയാണ് എന്നുള്ളതിനെ തള്ളി പറഞ്ഞവർ അവരുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ ഖിലാഫഹും ഫി സായിരി കുത്തുബിൽ അഹ്ദിൽ ജദീദ്, പുതിയ നിയമത്തിലെ ഇതര ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള അവരുടെ ഭിന്നത ല അഖ്വാ വഅശദ്ദു, അത് കൂടുതൽ തീവ്രമാണ്, ശക്തമാണ്. വമൽ ഇൻജീൽ ഫി ഉർഫിൽ ഖുർആൻ, എന്നാൽ ഖുർആൻ പരിചയപ്പെടുത്തുന്ന, ഖുർആന്റെ പരാമർശ പ്രകാരമുള്ള ഇഞ്ചീലുണ്ടല്ലോ, ഫഹുവ മാ ഔഹാഹുല്ലാഹു ഇലാ റസൂലിഹി ഈസ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം മിനൽ ബിശാറ ബിൻ നബി ലിയുതമ്മി ശരിയ, ശരീഅത്ത് പൂർത്തിയാക്കാൻ വേണ്ടി വരുന്ന അന്തിമ പ്രവാചകരെ കുറിച്ചുള്ള സന്തോഷ വാർത്തയായി ഈസാ അലൈഹി ഇസ്ലാമിന് അള്ളാഹു അറിയിച്ചു കൊടുത്ത വഹീനെ കുറിച്ചാണ് ഖുർആൻ ഇഞ്ചീൽ എന്ന് പറയുന്നത്. അതേപോലെ വൽ ഹിക്കം വൽ അഹ്കാം, പുതിയ നബിയെ കുറിച്ചുള്ള ബിഷാറ മാത്രമല്ല, അദ്ദേഹത്തിന് കൊടുത്ത വിജ്ഞാനങ്ങളുണ്ട്, വിധിവിലക്കുകളുണ്ട്, ഹിക്മുണ്ട്, അഹ്കാമുണ്ട്. വഹുവ മാ യദുല്ലു അലൈഹി ലഫ്സ്, ഇഞ്ചീൽ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് ഇതെല്ലാമാണ്. വഖദ് അഖ്ബറനാ സുബ്ഹാനഹു വതആല സൂറത്ത് ഖാമിസ് അൽ 14, 5-ാം സൂറയിൽ 14-ാമത്തെ ആയത്തിൽ, സൂറത്തുൽ മാഇദയിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, നസറ നസു ഹല്ല മിമ്മ ദുക്കിറൂ ബിഹി കൽ യഹൂദ്, യഹൂദികളെ പോലെ തന്നെ തങ്ങൾക്ക് ഉത്ബോധനത്തിന് കിട്ടിയിട്ടുള്ളതിൽ നിന്ന് നല്ലൊരു വിഹിതം നസാറാക്കളും വിസ്മരിച്ചു, മറന്നു എന്ന് പറയുന്നുണ്ട്. വഹമജ്ദർ ബിദാലിക്, അങ്ങനെ വിസ്മരിച്ചും മറന്നും പോകാൻ കൂടുതൽ അർഹത, കൂടുതൽ സാധ്യത ഉള്ളവർ ഇവർ തന്നെയാണ്, ക്രിസ്ത്യാനികളാണ്. കാരണം അതിന്റെ തൗറാത്ത കുത്തുബത് ഫി സമനി നുസൂലിഹ, തൗറാത്ത് അതിന്റെ അവതരണ കാലത്ത് രേഖപ്പെടുത്തപ്പെട്ടു. വക്കാനുൽ മിനന്നാസി യഅമലൂൻ ബിഹ, ധാരാളം ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ അതനുസരിച്ച് അമൽ ചെയ്തിരുന്നു. സുമ്മ ഫുഖിദത്, പിന്നെ അത് കിട്ടാതായി, കാണാതായി, മിസ്സായി. കസീർ മിൻ അഹ്കാമിഹ മഹ്ഫൂൾ മഅറൂഫ്, എന്നാൽ അതിലെ ഹുക്കുമുകൾ അധികവും അപ്പോഴും ആളുകൾക്കറിയാം, മഅറൂഫാണ്, സൂക്ഷിക്കപ്പെടുന്നുണ്ട്. കിതാബ് കാണാതായി. വല ശിഖത്ത് ബി ഖൗലി ബഅദ് ഉലമാഇൽ ഫ്രഞ്ച്, ചില ഫ്രഞ്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുള്ള വാക്കുണ്ട്, ആ വാക്കിന് യാതൊരു വിശ്വസനീയതയില്ല. എന്താണ് പറഞ്ഞത്? ഇന്നൽ കിതാബത്ത് ലം തകുൻ മഅറൂഫത്തൻ ഫി സമനി മൂസ അലൈഹിസ്സലാം, മൂസാ നബിയുടെ കാലത്ത് എഴുത്ത് എന്ന് പറഞ്ഞ സംഗതി ആർക്കും അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ വാദത്തിന് യാതൊരു നിലക്കും വിശ്വസനീയതയില്ല, രേഖപ്പെടുത്തിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്നാൽ അമ്മ കുത്തുബിൻ നസാറ ഫലം തുറഫ് വ തശ്തഹിർ ഇല്ലാ ഫിൽ ഖർനിർ റാബി ലിൽ മസീഹ്, ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അറിയപ്പെട്ടതും അത് പ്രസിദ്ധമായതൊക്കെ മസീഹ് ജനിച്ച് 4-ാമത്തെ നൂറ്റാണ്ടിലാണ്. ലിഅന്ന അത്ബാ അൽ മസീഹ് കാനു മുത്തഹദീൻ ബൈനൽ യഹൂദ് വർ റുമാൻ, കാര്യം വെച്ചാൽ ക്രിസ്ത്യാനികൾ അതുവരെ ചരിത്രത്തിൽ റോമക്കാർക്കും യഹൂദികൾക്കും ഇടയിൽ മർദ്ദിതരായി കഴിഞ്ഞുകൂടെയായിരുന്നു, പീഡിതരും മർദ്ദിതരായിട്ട് കഴിഞ്ഞുകൂടെയായിരുന്നു.
ഫലമ അമീനു, ഈ മർദ്ദന പീഡന പരമ്പരകളിൽ നിന്നൊക്കെ അവർക്ക് ഒരു മോചനം കിട്ടി, അവര് ദുർബലരായി എന്ന് ബെയ്ത്നാഖിൽ മലിക് ഖുസ്തൻതീൻ നസ്രാനിയ സിയാസൻ, കോൺസ്റ്റാന്റിൻ ചക്രവർത്തി ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചു. അതോടുകൂടിയാണ് അവർ അമ്നിലായത്. അപ്പോൾ ലഹറത്ത് കുത്തുബുഹും, അവരുടെ കിതാബുകളൊക്കെ പിന്നെ പുറത്തു വരാൻ തുടങ്ങി. അവിൻഹ തവാരിഖുൽ മസീഹ്, ആ കൂട്ടത്തിൽ മസീഹിന്റെ ചരിത്രമുണ്ട്. അൽ മുസ്തമിൽ അലാ ബാദി കലാമി, അദ്ദേഹത്തിന്റെ ചില കലാമുകളും ഉൾക്കൊള്ളുന്ന ചരിത്രമുണ്ട്. അല്ലദീ ഹുവ ഇഞ്ചീലു, അതാണ് അദ്ദേഹത്തിന്റെ ഇഞ്ചീൽ എന്ന് പറയുന്നത്. വക്കാനത്ത് കസീറ ഫതഹക്കമ ഫിഹി റുഅസാഉ ഹത്താ ഇത്തഫഖു അലാ ഹാദിൽ അർബഅ, അങ്ങനെ വന്ന ഗ്രന്ഥങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ അതില് റയീസുമാരുടെ പിന്നെ ആധിപത്യം ഉണ്ടായി. അവര് പിന്നെ തീരുമാനാക്കി ഇന്നതൊക്കെയാണ് ഇഞ്ചീല്. ഹത്താ ഇത്തഫഖു അലാ ഹാദിൽ അർബഅ, അങ്ങനെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പത്രോസിന്റെ മറ്റു വർഷം, അങ്ങനെ 4 മാത്രം അവർ ഇത്തിഫാക്കായി. അതാണ് ഇഞ്ചീല്. ബാക്കിയെല്ലാം ആ കൂട്ടത്തിൽ പറയാൻ പറ്റില്ല എന്ന നിലക്ക് അവർ റയീസുമാർ ഇത്തിഫാക്കായി. ഫമൻ ഫഹിമ മാ ഖുൽനാ ഫിൽ ഫർഖ് ബൈന ഉർഫിൽ ഖുർആൻ വ ഉർഫിൽ ഖൗം, അപ്പൊ ഖുർആൻ പറയുന്നതും അതേ സമയത്ത് പിന്നെ ഖൗം പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയ എന്തിനെ കുറിച്ച് ഫി മഫ്ഹൂമി തൗറാത്തി വൽ ഇഞ്ചീൽ, ഇഞ്ചീൽ എന്നും തൗറാത്ത് എന്നും പറയുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശ്യമായി ഇന്ന് ആളുകൾ മനസ്സിലാക്കുന്നതും ഖുർആൻ അതിന്റെ പരിചയപ്പെടുത്തലൂടെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ളത് തമ്മിലുള്ള വ്യത്യാസം. അത് ഉൾക്കൊണ്ടാൽ യതബയ്യനു ലഹു, അങ്ങനെ മനസ്സിലാക്കുന്ന ആൾക്ക് വ്യക്തമാണ്, അന്ന മജാഫിൽ ഖുർആൻ, ഖുർആനിൽ വന്നിട്ടുള്ളത് എന്തോ അത് ഹുവൽ മുവഹിസു ലിൽ ഹഖീഖത്തിൽ ലത്തി അല്ലാഹൽ ഖൗം, ഈ കൗമീങ്ങള് വിനഷ്ടമാക്കിയ നഷ്ടപ്പെടുത്തി കളഞ്ഞ സത്യത്തെ തേച്ച് മിനുക്കി തംഹീസ് ചെയ്തെടുക്കുന്ന ഒന്നാണ് ഖുർആൻ. അവര് എരപ്പാക്കിയത്, വികലമാക്കിയത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയത് അതിന് തംഹീസ് ചെയ്ത് ശുദ്ധമാക്കിയെടുക്കുന്ന പിന്നെ വിവരമാണ് ഖുർആനിലുള്ളത്. വഹിയമായി ഫഹ്മിൻ ലഫ്ലി തൗറാത്ത് വൽ ഇഞ്ചീൽ, അതിനെയാണ് അവർ ഇഞ്ചീൽ എന്നും പിന്നെ തൗറാത്ത് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഖുർആൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അവർക്ക് ഇറക്കി കൊടുത്ത ആ ഗ്രന്ഥങ്ങളാണ്. വയസിഫൻ യുഅദ്ദഹ തംഹീസ് മിൻ ആയാത്തി കൗനിൽ ഖുർആൻ മുഹംബിഹി, അപ്പൊ അവര് കൊണ്ടുവന്ന ഈ വികലപ്പെടുത്തലൊക്കെ തംഹീസ് ചെയ്തു ശുദ്ധമാക്കി എന്ന് പറയുന്നത് എണ്ണാൻ പറ്റും ഖുർആൻ അള്ളാഹുവിൽ നിന്ന് വഹിയായിട്ട് ഇറങ്ങിയത് തന്നെയാണ് എന്നുള്ളതിന് തെളിവായിട്ട്. വലൗലാ ദാലിക് ലമ അംകന ദാലിക്കൽ ഉമ്മിയും, ഖുർആൻ വഹിയ അല്ലായിരുന്നെങ്കിൽ നിരക്ഷരനായ മുഹമ്മദ് നബി എന്ന പ്രവാചകന് സാധിക്കുമായിരുന്നില്ല. അല്ലദിലം യഖ്റ അൽ ഹാദിൽ അസ്ഫാറ വൽ അനാദിൽ മഅറൂഫ, അറിയപ്പെടുന്ന ഇഞ്ചീലുകളും ഏടുകളൊന്നും ഒട്ടും വായിച്ചിട്ടില്ലാത്ത ഉമ്മിയായ നബി. വലാ തവാരിഖ് അഹ്ലിഹ, ഈ പറഞ്ഞ സമുദായങ്ങളുടെ ചരിത്രവും ഒട്ടും വായിച്ചിട്ടില്ലാത്ത, അതേമാതിരി ഇഞ്ചീലിനും തൗറാത്തിന്റെ ചരിത്രവും വായിച്ചിട്ടില്ലാത്ത തീർത്തും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പ്രവാചകൻ. ആ പ്രവാചകന് അൻ യാരിഫ് അന്നഹും നസു ഹല്ല മിമ്മ ഉഹിയിലേക്കും, അവർക്ക് അള്ളാഹു വഹി കൊടുത്തതായിട്ടുള്ളതെന്തോ അതിൽ നിന്നൊരു വിഹിതം മറന്നിട്ടുണ്ട് അവര് എന്ന് മനസ്സിലാക്കാൻ സ്വന്തമായിട്ട് ഒരിക്കലും നബിക്ക് കഴിയില്ല. ഓത്തു നസീബ മിൻഹു, അള്ളാഹുവിൽ നിന്ന് ഒരു വിഹിതം കിട്ടിയ ആൾക്കാർ, വഹി കിട്ടിയത് മറന്നവരാണ് അതില് അവര് എന്നുള്ളത്. ബൽ കാന യുജാരിഹിം അലാമാഹും അലൈ വയഖൂൽ അൽ അനാജീൽ അൽ ഇഞ്ചീൽ, അതേ സമയത്ത് അവരെന്താണോ ഉള്ളത്, എങ്ങനെയാണോ ഉള്ളത്, ആ ഉള്ളതിൽ അവരോടൊപ്പം മുജാറാത്ത് ചെയ്യായിരുന്നു അദ്ദേഹം ചെയ്തത്. എന്താണോ അവർ കൊണ്ടു നടക്കുന്നത് അത്. അല്ലാതെ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് വഹയിലൂടെ തൗറാത്തിനും ഇഞ്ചീലിനും കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ വിവരം കിട്ടിയെന്നല്ലാതെ നബിക്കും അതിനെപ്പറ്റി മുമ്പൊന്നും പറയാൻ കഴിയില്ല. ഇഞ്ചീലുകൾ എന്നാണ്, അല്ലാതെ ഇഞ്ചീൽ എന്നല്ല പറയുന്നത്. അപ്പൊ ഒരു ഇഞ്ചീലല്ല, ഇഞ്ചീലുകളാണ് ക്രിസ്ത്യാനിറ്റി പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ ആവട്ടെ ഇഞ്ചീൽ എന്ന ഏകവചനാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അള്ളാഹു ഈസാ നബിക്ക് ഇറക്കി കൊടുത്ത ഒറിജിനലായ ഒരു ഇഞ്ചീലുണ്ട്. എന്നാൽ ഇഞ്ചീലുകൾ എന്ന പേരിൽ പിൽക്കാലത്ത് വന്ന പലതുമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. തുമ്മ ഇന്നമൻ ഫഹിമഹാദ, ഈ വിഷയം മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ലാ തുറബ്ബ ജിന്ദഹു, അവന്റെ അടുക്കൽ ഒരിക്കലും ചെലവാവില്ല ശുബ്ഹാത്തുൽ ഖസീസീൻ, ഈ പുരോഹിതന്മാരുണ്ടാക്കുന്ന സംശയങ്ങൾ, അല്ലതിന് യൂഹിമുൻ അവാമൽ മുസ്ലിമീൻ, ഈ പറഞ്ഞ പുരോഹിതന്മാര് സാധാരണ മുസ്ലിങ്ങളെ വഹമിലാക്കുകയാണ്, തോന്നിപ്പിക്കുകയാണ്. അന്നമാഫി ഐദീഹിം മിന തൗറാത്തി വൽ അനാജീൽ ഹിയ ലത്തി ഷഹിദ ബിസിദ്ഖിൽ ഖുർആൻ, അവരുടെ കൈകളിൽ ഇപ്പോൾ ഉള്ള തൗറാത്ത് ഇഞ്ചീലും അല്ലെങ്കിൽ ഇഞ്ചീലുകളും ഏതാണോ അത് തന്നെയാണ് ശരിയാണെന്ന് ഖുർആൻ പറഞ്ഞത്. ആ ഇപ്പൊ അവരുടെ കയ്യിലുള്ള ബൈബിളുകളും പഴയ നിയമമൊക്കെ തന്നെയാണ് ഖുർആൻ സത്യപ്പെടുത്തിയത് എന്ന് അവര് സാധുക്കളായ സാധാരണക്കാരായ ആളുകളെ പറഞ്ഞു പറ്റിക്കുകയാണ്.
ഖാല ഉസ്താദുൽ ഇമാം ഫി തഫ്സീരി ഹാദിൽ ജുംല. ഈ ജുംല തഫ്സീർ ചെയ്യുമ്പോൾ മുഹമ്മദ് ഉസ്താദുൽ ഇമാം പറഞ്ഞു, അൽ മുതബാദിർ മിൻ കലിമത്തി വ അൻസൽ അൽ ഫുർഖാൻ എന്നുള്ള പറഞ്ഞത്. ഫുർഖാൻ അള്ളാഹു ഇൻസാൽ ചെയ്തു. ഈ അൻസല എന്നുള്ള വാക്കിൽ നിന്ന് മുതബാദിറായിട്ട് വളരെ പെട്ടെന്നായിട്ട് കിട്ടുന്ന ആശയം അന്ന തൗറാത്ത് നസലത്ത് അലാ മൂസ മറ വാഹിദ. മൂസ അലൈഹി ഇസ്ലാമിന് തൗറാത്തിന്റെ ഗ്രന്ഥം ഒരൊറ്റ തവണയായിട്ട് ഒന്നായിട്ട് ഇറങ്ങി എന്നുള്ളതാണ്. ഖുർആൻ പോലെയല്ല. വൈൻകാനത്ത് മുറത്തബത്തൻ ഫിൽ അസ്ഫാരിൽ മൻസൂബ ഇലൈ എന്ന അദ്ദേഹത്തിലേക്ക് ചേർത്തപ്പെടുന്ന സിഫറുകളിൽ അതിന് കുറെ തെർത്തീബുണ്ട്. ഇന്നതാദ്യം ഇന്നത് പിന്നാലെ ഓരോ ആയത്തിനും ഓരോ അധ്യായത്തിനും തെർത്തീബുണ്ട്. പക്ഷെ അള്ളാഹു ഇറക്കി കൊടുത്തപ്പോൾ ഒരുമിച്ച് ഒറ്റ കിതാബായിട്ട് ഇറക്കി കൊടുത്തു തന്നെയാണെന്നാണ് അൻജല എന്നുള്ള വാക്കുണ്ട്. നസ്ജലയും അൻജലയും തമ്മിൽ അങ്ങനെ ഒരു മാറ്റം ഭാഷാപരമായി ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. എല്ലായിടത്തും അത് ഫിറ്റ് ആവണമെന്നില്ല. ഖുർആനിൽ അൻജൽ അൽ ഫുർഖാൻ ഉണ്ട്, നസൽ ഖുർആൻ രണ്ടും ഉണ്ട്. അപ്പൊ ആ വ്യത്യാസം പറഞ്ഞത് അൻജല പറയുമ്പോൾ ഒന്നായിട്ടുള്ള ഇറക്കത്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. നസ്സല എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായിട്ടുള്ള കുറേശ്ശെ ആയിട്ടുള്ള ഒരു അവതരണത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് നസ്സല എന്ന് പറയുന്നത്. പക്ഷെ അത് ചിലയിടത്തെങ്കിലും നമ്മൾ രണ്ടും കാണും. അള്ളാഹു നസ്സൽ ഖുർആൻ പറയുന്നുണ്ട്, അൻസൽ ഖുർആനും പറയുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ തന്നെ നമുക്ക് എല്ലായിടത്തും വ്യാഖ്യാനിച്ചുറപ്പിക്കാൻ കഴിയുന്ന ഒരു വാക്കല്ല. അങ്ങനെ ഒരു വ്യത്യാസം പറയുന്നുണ്ട് പണ്ഡിതന്മാർ. അപ്പൊ അൻസല കൊണ്ട് ഇമാം മുഹമ്മദ് പറയുന്നത് ഒരുമിച്ചിറക്കി, തെർത്തീബൊന്നും അപ്പറിന്റെ രൂപത്തിൽ ഇറക്കുമ്പോ അല്ല, ഒന്നായിട്ട് തന്നെ ഇറക്കിയത്. പൈനഹമ തർത്തീബിഹ മുക്കററ, തെർത്തീബുണ്ടെങ്കിലും ആവർത്തിതമാണ്. ഖുർആൻ ലാ യഅരിഫു ഹാദിൽ അസ്ഫാർ വലം യനസ്സ അലൈഹ. എന്നാൽ ഈ പറഞ്ഞ പത്രോസിന്റെ മറ്റേ മറിച്ച് ഈ ഓരോ ഇഞ്ചീലുകളെ ഖുർആൻ അത് അംഗീകരിക്കുന്നില്ല, ഖുർആൻ അത് വ്യക്തമാക്കിയിട്ടില്ല. വൽ ഇഞ്ചീൽ എന്നെ വഞ്ചല തൗറാത്ത് വൽ ഇഞ്ചീൽ എന്നേ പറഞ്ഞു. ഗദാലിക്കൽ ഇഞ്ചീൽ നസല മറ വാഹിദ, തൗറാത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഇഞ്ചീലും ഒറ്റ തവണ ആയിട്ട് ഇറങ്ങി എന്നാ മനസ്സിലാകുന്നു. വലൈസ ഹുവ ഹാദിഹിൽ കുതുബല്ലത്തി യുസമ്മൂനഹ അനാജീൽ. അതേതായിരുന്നാലും ഇഞ്ചീലുകളെന്ന പേരിൽ ഇന്ന് കോമുകൾ പേരിട്ട് വിളിക്കുന്ന കിതാബുകളെ പേരില്ല. മൂസാ നബിക്ക് കൊടുത്ത തൗറാത്തും ഈസാ നബി കൊടുത്ത ഇഞ്ചീലും ഒറിജിനലി ഇന്ന് ഇവർ കൊണ്ടു നടക്കുന്നതല്ല. ലിഅന്നഹു ലൗ അറാദഹ, അതായിരുന്നു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലമ അഫ്റദൽ ഇഞ്ചീല ദായിമൻ മാ അന്നഹ കാനത്ത് മുതഅദ്ദിദ. അല്ലാഹു അൻസല തൗറാത്ത വൽ ഇഞ്ചീൽ എന്ന് പറഞ്ഞ് മുഫ്രദായ പ്രയോഗം പറഞ്ഞു ഇഞ്ചീൽ ഇറക്കി. ആ സമയത്ത് ഒരു ഇഞ്ചീൽ മാത്രമുള്ള ഒരു കാലം ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അനവധി ബൈബിളുകളുടെ സൂക്ഷിപ്പുകാരാണ് അവർ. വ്യത്യസ്തമായ ബൈബിള്, അത് ഓരോ ഭാഷയിൽ വെവ്വേറെ ബൈബിൾ തന്നെയാണ് അറിയപ്പെടുക. ഖുർആനെ പറ്റി നമ്മൾ മലയാളത്തിലെ ഖുർആൻ, തമിഴിലെ ഖുർആൻ എന്ന് പറയില്ല. തഫ്സീറു മാനിൽ ഖുർആൻ, തർജുമത്ത് മാനിൽ ഖുർആൻ, ഫിലോകത്തിൽ മലയാളമിയ അല്ലെങ്കിൽ ഫിലോകത്തിൽ തമിഴി അങ്ങനെ പറഞ്ഞു. ഖുർആന്റെ ട്രാൻസ്ലേഷൻ എന്നുള്ള പദം പോലും ഉപയോഗിക്കുന്നില്ല. ഖുർആന്റെ മാനകളുടെ ട്രാൻസ്ലേഷൻ, തർജുമത്തുൽ ഖുർആൻ എന്നുള്ള വാക്കിന് തെറ്റാണ്. തർജുമത്ത് മാനിൽ ഖുർആൻ എന്ന് മാത്രമേ പറയാവൂ എന്നുള്ളതാണ്. തെൽബുൽ ഖുർആനിലെ ഏറ്റവും ബേസിക് ആയ ഒരു പാഠമാണ് ഈ പറഞ്ഞത്. തർജുമത്തുൽ ഖുർആൻ എന്ന പ്രയോഗമേ തെറ്റാണ്. തർജുമത്ത് മാനിൽ ഖുർആൻ, കാരണം ഖുർആൻ തർജുമ ചെയ്യാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. അള്ളാന്റെ കലാമാണ്. മറിച്ച് അള്ളാന്റെ കലാമിന്റെ ഒരു ലിഖിത രൂപമായി നമ്മുടെ മുമ്പിലുള്ള ഖുർആൻ, ആ ലിഖിത രൂപത്തിന്റെ അതിന്റെ ആശയങ്ങൾ നമുക്ക് ഇതര ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യാൻ പറ്റും. അപ്പൊ തർജുമത്തുൽ ഖുർആൻ അല്ല, തർജുമത്ത് മാനിൽ ഖുർആൻ മാത്രമേ മനുഷ്യന് സാധ്യമാവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഖുർആൻ പറയുമ്പോൾ ഇഞ്ചീലുകൾ എന്നുള്ള വാക്കില്ല, ഇഞ്ചീൽ എന്ന ഒറ്റ പദമേ ഉള്ളൂ. അപ്പം അള്ള ഉദ്ദേശം അതായിരുന്നെങ്കിൽ ഇഞ്ചീൽ എന്ന് മുഫ്രദായി പറയുമായിരുന്നില്ല. നസാറ ഹിനൈൻ, അന്ന് തന്നെ ക്രിസ്ത്യാനികളടുത്ത് വിവിധ ഇഞ്ചീലുകളുണ്ട് ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് തന്നെ. അപ്പൊ ഹാവല ബഅദുൽ മുഫസ്സിരീൻ ബയാൻ ശിഖാഖി തൗറാത്തി വൽ ഇൻജീൽ മിൻ അസ്ൽ അറബി. ഇനി മുഫസ്സിറുകളിൽ ചില ആൾക്കാർ ഈ തൗറാത്ത് ഇഞ്ചിലുള്ള രണ്ട് വാക്കും അറബിക് ഒറിജിനാണ് എന്ന് വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. തൗറാത്ത് ഇഞ്ചിൽ രണ്ടും അറബിക് അസലുള്ള വാക്കുകളാണ് എന്ന് വരുത്താൻ വേണ്ടി. വഹ്മ ബി അറബിയ ഒമാന തൗറാത്ത് വഹിയ ഇബരിയ അശ്ശരിയ ഒമാന അൽ ഇഞ്ചീൽ വഹിയ യുനാനിയ അൽ ബിഷാർ. ഹിബ്രു ഭാഷയുള്ള വാക്കാണ് തൗറാത്ത്, അതിന്റെ അർത്ഥം ശരിയ, നിയമസംഹിത എന്നാണ്. ഇഞ്ചിൽ എന്ന വാക്കിന്റെ അർത്ഥം ബിഷാർ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ഗ്രീക്ക് ഒറിജിൻ ആയിട്ടുള്ള വാക്കാണ്, അറബി അല്ല. ഒന്ന് ഹിബ്രു ആണ്, മറ്റേത് ഗ്രീക്കാണ്. ഒരിക്കലും അറബി അസലുള്ള വാക്കുകളല്ല തൗറാത്ത് ഇഞ്ചിൽ. അങ്ങനെ വരുത്താൻ വേണ്ടി ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇത് അറബിക് ഒറിജിൻ തന്നെയാണ് വരുത്താൻ. വൈനമൽ മസീഹ് മുബശ്ശിർ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം സുവാർത്ത അറിയിക്കാമെന്ന പ്രവാചകൻ. ആരെക്കുറിച്ച്? ബിൻ നബിയിൽ ഖാത്തം, അന്തിമ പ്രവാചകനെ കുറിച്ച്. അല്ല യുക്കമ്മിലു ശരീഅത്തുൽ ബശർ, മനുഷ്യരാശിക്ക് ശരീഅത്ത്
സമ്പൂർണ്ണമാക്കി കൊടുക്കാനുള്ള അന്തിമ പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാമെന്ന ആളാണ് മസീഹ്. വമ്മ കൗനുഹുമ ഹുദൽ ലിന്നാസ്. ഇനി തൗറാത്തും ഇഞ്ചീലും ജനങ്ങൾക്ക് ഹുദയാവുക എന്ന് ഖുർആൻ പറഞ്ഞത് ഫഹുല്ലാഹ്, അത് കൂടുതൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു മുസാ നബിക്ക് ഇറക്കി കൊടുത്ത ഹിദായത്താണ്. അള്ളാഹു ഈസാ നബിക്ക് ഇറക്കി കൊടുത്ത ഹിദായത്താണ്. ഹുദൽ ലിന്നാസ് തന്നെയാണ്. അത് ഇറക്കി കൊടുക്കുമ്പോൾ അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആൾക്കാർ തഹരീഫ് ചെയ്ത് തബ്ദീൽ ചെയ്ത് ജിയാത്തുൽ നുഖ്സാനൊക്കെ വരുത്തിയപ്പോഴാണ് നിരപ്പായത്. അപ്പൊ ഹുദയാണ് എന്നുള്ളത് ഓക്കെ. ഇനി വഅൻസലൽ ഫുർഖാൻ ആയത്തിന്റെ അടുത്ത ഭാഗം, അള്ളാഹു ഫുർഖാനും ഇറക്കിയിട്ടുണ്ട്. അപ്പൊ എന്താ ഫുർഖാൻ? അഖൂൽ അൽ ഫുർഖാൻ മസ്ദറുൻ കൽ ഗുഫ്റാൻ. ഗഫറ യഗ്ഫിറു എന്നുള്ളതിന് ഗുഫ്റാൻ എന്ന പോലെ ആദ്യത്തെ വാക്ക് ലമ്മും രണ്ടാമത്തെ സുക്കൂനൊക്കെ ആയിട്ട് എന്ന പോലെ ഫുർഖാൻ, ഗുഫ്റാൻ എന്ന അതേ സ്റ്റൈലിൽ ഫുർഖാൻ, വാക്കിന്റെ സ്റ്റൈല് ഒരുപോലെ. വഹുഹുന, ഇവിടെ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ മാ യുഫർരിഖ് വയുഫ്സൽ ബിഹി ബൈനൽ ഹഖ് വൽ ബാത്തിൽ, സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് കാണിക്കാൻ ഉപയുക്തമായത് എന്നാണ് ഫുർഖാൻ എന്ന വാക്കിന് ഉദ്ദേശിക്കുന്നത്. സത്യത്തെയും അസത്യത്തെയും വെവ്വേറെ കാണാനും മനസ്സിലാക്കാനും പര്യാപ്തമായത്. കാല ബാദുൽ മുറാദ് ബിഹിൽ ഖുർആൻ. ഈ പറഞ്ഞ ഉദ്ദേശം ഖുർആനാണ് ചില ആൾക്കാർ തഫ്സീർ ചെയ്തു. വഹു മർദൂദുൻ, ആ വാക്ക് തള്ളപ്പെടുന്നു. കാരണം ഖൗലിഹി ഫി അവലിലായ നസ്സൽ അലൈക്കൽ കിതാബ്, ഖുർആന്റെ ഈ ആയത്തിന്റെ തുടക്കം തന്നെ നിങ്ങൾക്ക് കിതാബ് തൻസീൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അത് ഖുർആൻ. പിന്നെ വൻസൽ ഫുർഖാൻ എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഖുർആൻ എന്ന് പറയാൻ പറ്റില്ല. കിതാബിനെ കുറിച്ചുള്ള പരാമർശം ആയത്തിന്റെ തുടക്കത്ത് പറഞ്ഞു, പിന്നെ തൗറാത്തിന്റെ ഇഞ്ചീലിന്റെയും കാര്യം പറഞ്ഞു. അതെല്ലാം പറഞ്ഞിട്ട് വൻസൽ അൽ ഫുർഖാൻ എന്ന് വേറെയും പറഞ്ഞു. അപ്പൊ അത് ഖുർആൻ തന്നെയാണ് എന്ന് പറയുന്നതിൽ ന്യായമില്ല എന്നാണ് തഫ്സീറുകൾ സ്ഥാപിക്കുന്നത്. വഖാല ഗൈറുഹും ഹുവ കുല്ലുമാ യുഫർറഖ് ബിഹി ബൈനൽ ഹഖ് വൽ ബാത്തിൽ. ഹക്കും ബാത്തിലും വേർതിരിക്കാൻ ഉപയുക്തമായ എല്ലാത്തിനും പറയാം എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചനം നടത്തുന്ന എല്ലാത്തിനെ പറ്റിയും പറയാം. ഈ കുല്യം ദലാഇൽ വൽ ബറാഹീൻ, ശരി ഇന്നത് തെറ്റുന്നത്, അപ്പൊ ശരിയും തെറ്റും നല്ലതും തീയതും വേർതിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന തെളിവുകൾ, ദലീലുകൾ എല്ലാം ഫുർഖാനാണ് എന്ന് വളരെ വ്യാപകമായി വാദിക്കുന്നത്. മുഖ്താറഹ് ഇബ്നു ജരീർ, ആ വാദത്തെ ഇബ്നു ജരീർ മുഖ്താറായി കാണുന്നുണ്ട് റഹിമഹുല്ലാഹ്. വഖീല ഹുവ ഖാസുൻ ബി ബയാനിൽ ഹഖ് ഫി അംരി ഈസാ അലൈഹിസ്സലാം. എന്നാൽ ഈ വാക്ക് ഈസാ അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിലുള്ള സത്യാവസ്ഥ എന്താണ് എന്നതിനെ പറ്റി മാത്രം പറയുന്ന വാക്കാണ് ഫുർഖാൻ. ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ദൈവമാണ്, ദൈവപുത്രനാണ്, പ്രവാചകനാണ്, അങ്ങനെയാണെങ്കിൽ പല വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുണ്ടല്ലോ പലർക്കും. അപ്പൊ അതിൽ ഇന്നതാണ് ശരി എന്ന് പറയാൻ വേണ്ടി വന്നതിനെ കുറിച്ച് മാത്രമാണ് ഫുർഖാൻ എന്ന് പറയുന്നതിനുള്ള വാദക്കാരുണ്ട്. അപ്പോ സത്യാസത്യം വിവേചിക്കാനുള്ള അല്ല എന്നൊരു വാദം, ഖുർആനെ പറ്റിയുള്ള ഒരു വിശേഷണമാണ് എന്നുള്ള ആദ്യം പറഞ്ഞ വാദം തള്ളപ്പെട്ടു എന്ന് പറഞ്ഞത്. പിന്നെ അവസാനം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള നിജസ്ഥിതി, അദ്ദേഹത്തെ ശരിക്കും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടിയുള്ളതാണ് ഫുർഖാൻ. അങ്ങനെ 3 അഭിപ്രായം. ജമാജാഫി ഹൈസൂറ, സൂറത്തിൽ വന്നിട്ടുള്ള വിഷയമാണ്. വഖാല ഉസ്താദുൽ ഇമാം, എന്നാൽ ഈ വിഷയത്തിൽ ഇമാം മുഹമ്മദ് പറഞ്ഞ എന്താണ്? ഇല്ലൽ ഫുർഖാൻ ഹുവൽ അഖ്ലു അല്ലദീ ബിഹി തകൂനു തഫ്രീഖ ബൈനൽ ഹഖ് വൽ ബാത്തിൽ എന്നാണ്. സത്യവും അസത്യവും വേർതിരിക്കാൻ ഉപയുക്തമായ മനുഷ്യബുദ്ധിയെയാണ് അൻസൽ അൽ ഫുർഖാൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ചോദ്യം വരാ, അൻസൽ അൽ ഫുർഖാൻ ബുദ്ധി അള്ളാഹു ഇൻസാൽ ചെയ്തു എന്നാണോ? അതിന് അദ്ദേഹം പറയുമ്പോൾ ഇൻസാലുഹു മിൻ ഖബിൽ ഇൻസാലിൽ ഹദീദ്. സൂറത്തുൽ ഹദീദിൽ അള്ളാഹു ഇരുമ്പ് ഇൻസാൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇരുമ്പ് ഇൻസാൽ ചെയ്തു പറഞ്ഞാൽ ആകാശത്ത് ഇങ്ങനെ ചാക്കിൽ കെട്ടി ഇറക്കി എന്നുള്ളതല്ലല്ലോ. അള്ളാഹു ഇവിടെ അത് ഉൽപ്പാദിപ്പിച്ചു എന്നർത്ഥത്തിലാണല്ലോ ഇൻസാൽ എന്നുള്ള വാക്ക്. എന്ന പോലെ സത്യവും അസത്യവും വേർതിരിക്കാനുള്ള ബുദ്ധി എന്നത് മനുഷ്യൻ അള്ളാഹു താല കരുപ്പിടിപ്പിച്ചു കൊടുത്തു, അവന്റെ പ്രകൃതത്തിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചു എന്നൊക്കെ മതി അൻസല എന്നുള്ള വാക്കിന്. അല്ലാതെ മോളിന്ന് കരമ്പ് കെട്ടി ഇറക്കി എന്ന അർത്ഥം മാത്രമല്ല. ലിഅന്ന കുല്ല മാ കാന അനിൽ ഹദറത്തിൽ അലിയത്തിൽ ഇലാഹിയ യുസമ്മ ഇഅ്താഉഹു ഇൻസാൽ. അള്ളാഹുവിന്റെ അത്യുന്നതമായ ഹദറത്തിൽ നിന്ന് വരുന്ന എല്ലാത്തിനെ കുറിച്ചും അത് നൽകുന്നതിനെ കുറിച്ച് ഇൻസാൽ എന്ന് പറയാറുണ്ട്. വമാ ഖാലഹു ഖരീബുൻ മിൻ മുഖ്താർ ഇബ്നു ജരീർ. മുഹമ്മദ് പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, അത് ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി ഇഖ്തിയാറായി കണ്ട അഭിപ്രായത്തോട് ഏറെക്കുറെ അടുത്ത് നിൽക്കുന്നു. പിന്നെ തഫ്സീറുൽ മസൂർ അദ്ദേഹം ഇഖ്തിയാർ ചെയ്ത അഭിപ്രായത്തിനോട് ഖരീബാണ്. ഫഇന്നൽ അഖ്ല ഹുവ ആലത്തു തഫ്രീഖ.
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ശരിയും തെറ്റും വേർതിരിക്കാനുള്ള ഉപയുക്തമായിട്ടുള്ള ആയുധമാണ്, ഉപകരണമാണ് അഖ്ല് എന്ന് പറയുന്നത്. അതിനെ അള്ളാഹുവിന്റെ കൗല് ശരിവെക്കുന്നു, ബലപ്പെടുത്തുന്നു സൂറത്ത് ഷൂറയിൽ. ഹുവല്ലദീ നസ്സല അലൈക കിതാബ ബിൽ ഹഖ് വൽ മീസാൻ. അള്ളാഹുവാണ് ഹക്കായിട്ട് ഖുർആൻ ഇറക്കി തന്നത്, മീസാൻ എന്ന് പറയുന്നത്. അപ്പൊ ഖുർആൻ ഹക്കായിട്ട് ഇറക്കി തന്നു, പിന്നെ മീസാൻ ഇറക്കി തന്നു എന്താ? തൂക്കാനുള്ളതാണുള്ള മീസാൻ, തുലാസ്. ഇവ എന്ത് മീസാനാണത്? വഖദ് ഫസ്സറൽ മീസാന ബിൽ ആദിൽ. നീതി എന്നാണ് മീസാനിന് പണ്ഡിതന്മാർ കൊടുത്ത വ്യാഖ്യാനം. നീതി, തുലാസ് എന്ന് പറയുമ്പോൾ നീതി. നമ്മള് സാധാരണ നമ്മുടെ കോടതിയെ സംബന്ധിച്ചൊക്കെ പറയുമ്പോഴും ജഡ്ജിമാരുടെ ഇതൊക്കെ അവതരിപ്പിക്കുമ്പോഴൊക്കെ തുലാസിന്റെ ഇത്ര നമ്മൾ കാണും. നീതി എന്നുള്ളതിന് സിംബോളിക്കായിട്ട്, സിമ്പിളായിട്ട് തുലാസ്. അള്ളാഹു താല ഖറന ബിൽ കിതാബി അമ്രൈ. അള്ളാഹു ഇവിടെ കിതാബിന്റെ കാര്യം പറയുമ്പോൾ അതിനോട് ചേർത്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അഹദുമാൽ ഫുർഖാൻ, ആ രണ്ടെണ്ണത്തിലൊന്ന് ഫുർഖാൻ എന്നുള്ളതിന്. വഹുവ എന്ന് വെച്ചാൽ മാ നഅരിഫു ബിൽ ഹഖ്ഖ ഫിൽ അഖായിദ്. വിശ്വാസകാര്യങ്ങളിൽ ഇന്നതാണ് സത്യം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതിന്റെ പേരാണ് ഫുർഖാൻ. ഫനുഫർരിഖുഹു മിനൽ ബാത്തിൽ. അത് തിരിച്ചറിയുമ്പോൾ ബാത്തിലിൽ നിന്ന് വേർതിരിച്ച് വ്യത്യസ്തമായി നമ്മൾ അതിനെ മനസ്സിലാക്കും. ബാത്തിലായത് നമ്മൾ തള്ളും, ഹക്കായത് നമ്മൾ സ്വീകരിക്കും. അപ്പൊ സാനിഹിമ, രണ്ടാമത്തെ അർത്ഥം, രണ്ടാമത്തെ പറഞ്ഞ കാര്യം കിതാബുമായിട്ട് ബന്ധപ്പെടുത്തി മീസാൻ എന്നുള്ളതാണ്. വഹുവമാൻ ആരിഫ് ബിഹി അൽ ഹുഖൂഖ് ബിൽ അഹ്കാം. ഹുക്മുകളുടെ കാര്യത്തിൽ ഹക്കുകൾ ഇന്നതാണ്, ശരി ഇന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ളതാണ് അത് മീസാൻ. ഫന അജിൽ ബൈനന്നാസ് ഫീഹ. അപ്പൊ അത് മനസ്സിലാകാൻ നമ്മൾ എന്ത് ചെയ്യും? ജനങ്ങൾക്കിടയിൽ ശരിക്കും അതിൽ നടപ്പാക്കും. പക്ഷവായിട്ടല്ലാതെ ഒരാളോടും പ്രത്യേകിച്ച് അടുപ്പല്ല, നമ്മൾ കൃത്യമായ നീതി നടപ്പാക്കും. വകുല്ലും മിനൽ അഖ്ൽ വൽ അദിൽ മിനൽ ഉമൂരി സാബിതത്തി ഫീ നഫ്സിഹാ. അഖ്ലായാലും അതിലായിരുന്നാലും സ്വയമേവ നിലനിൽപ്പുള്ള സ്ഥാപിതത്തായിട്ടുള്ള സംഗതികളാണ്. അഖലുണ്ട്, അതിലുണ്ട് മനുഷ്യനടുത്ത്. ഫകുല്ലു മാ ഖാമ അലൈഹിൽ ബുർഹാൻ അൽ അഖ്ലി ഫിൽ അഖായിദ് വഗൈരിഹ. അതുകൊണ്ട് വിശ്വാസപരമായിട്ടുള്ള വിഷയങ്ങളിൽ ബുദ്ധിപരമായ തെളിവ് നിലനിൽക്കുന്നതായിട്ട് എന്തുണ്ടോ, ബുദ്ധിപരമായുള്ള തെളിവിന്റെ പിൻബലമുള്ളത് വിശ്വാസകാര്യങ്ങൾ എന്തുണ്ടോ? വഹഖുൻ മുനസ്സലുൻ മിനല്ലാഹ്. അത് അള്ളാഹുവിന്റെ അവതീർണമായിട്ടുള്ള ഹക്കാണ്. വകുല്ലു മാ ഖാമ ബിഹിൽ അദ്ൽ ഫഹുവ ഹുക്മുൻ മുനസ്സൽ മിനല്ലാഹ്. നീതിയായിട്ട് നിലനിൽക്കുന്ന എന്തുണ്ടോ അതൊക്കെയും അള്ളാഹുവിന് അവതീർണമായതാണ്. അള്ളാഹുവിന്റെ മീസാനിൽപ്പെട്ടതാണ് നീതി. അതേപോലെ തന്നെ വിശ്വാസത്തിലെ ശരി എന്നുള്ളതാണ് ഹക്ക് എന്ന് പറഞ്ഞു. അത് വ്യക്തമായി ഖുർആനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അതാണ് എന്റെ വിഷയം. അള്ളാഹു ആണ് മുൻസിൽ. മുൻസിൽ എന്ന് പറഞ്ഞാൽ മുഴുത്തി, ദാതാവ്, ഇറക്കുന്നവൻ എന്ന് പറയുമ്പോൾ ദാതാവ് എന്നാണ്. എന്ത് ദാതാവ്? അൽ അഖ്ല വൽ അദ്ൽ. അഖ്ല് അൽ മുഅ്തിലിൽ അഖ്ലി വൽ അദ്ൽ. മനുഷ്യന് അഖ്ലും അദ്ലും നൽകിയ ദാതാവാണ്, മുൻസിലാണ് അള്ളാഹു. ആ വൽ ഫുർഖാൻ വൽ മീസാൻ, അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി മീസാനും ഫുർഖാനും ഇറക്കിയിട്ടുള്ള ദാതാവാണ് അള്ളാഹു. അങ്ങനെയും പറയാം, രണ്ടും തന്നെ. കമാനഹു സുബ്ഹാനഹു വൽ മുൻസിൽ അൽ മുഅ്തിലിൽ കിതാബ്. അള്ളാഹു തന്നെയാണ് ഖുർആൻ ഇൻസാൽ ചെയ്ത ആൾ, അഥവാ ഖുർആൻ നമുക്ക് നൽകിയ ആൾ. വലസ്നാ നസ്തഗ്നി ബിശൈഇൻ മിൻ മവാഹിബിഹി അൽ മുനസ്സല അന്നാഹ്. അള്ളാഹു നമുക്ക് ഇൻസാൽ ചെയ്ത ഏതെങ്കിലും ഒന്നെടുത്തിട്ട് മറ്റേതിന്റെ ആവശ്യം നമുക്ക് ഒരിക്കലും ഇല്ലാതാവില്ല. അള്ളാഹു ഇൻസാൽ ചെയ്തതൊക്കെ നമുക്ക് വേണം. നമുക്ക് മീസാന് വേണം, ഫുർഖാന് വേണം, അതിൽ അക്കലൊക്കെ വേണം. ഒന്നെടുത്തിട്ട് മറ്റൊന്ന് ഒഴിവാക്കാൻ നിവൃത്തിയില്ല, എല്ലാം നമുക്ക് ആവശ്യം. വമാസാൽ ഉലമാഉൽ കലാം വഅഹ്ലു തൗഹീദ് യഅദ്ദൂന അൽ ബറാഹീൻ അൽ അഖ്ലിയ്യ ഹിയ അൽ അസ്ൽ. പണ്ട് ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാരും തൗഹീദിനെ കുറിച്ചുള്ള ചർച്ച നയിക്കുന്ന പണ്ഡിതന്മാരും ബുദ്ധിപരമായ തെളിവുകളെ ഹിയ അൽ അസ്ല ഫീ മാരിഫത്തുൽ അഖായിദ് ദീനിയ്യ, ദീനിയായ വിശ്വാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള ബേസായിട്ട് മനുഷ്യന്റെ ശുദ്ധമായ ബുദ്ധിയെ അവരെണ്ണിയിരുന്നു. വജിബു അൽ ഉലമാഉൽ അഹ്കാം വഅഹ്ലുൽ ഫിഖ്. ഇതേപോലെ തന്നെ വേണം ഹുക്മ് പഠിപ്പിക്കുന്ന ഉലമാ, അതായത് ഫിഖ്ഹിലെ നിയമങ്ങൾ, അഹ്കാം പഠിപ്പിക്കുന്ന ഉലമാ. അൻ യഹദു ഹസ്ബഹും ഫിൽ അദ്ൽ. അദ്ലിന്റെ കാര്യത്തിൽ ഇവർ പോയ അതേ പോക്ക് അവർ പോകണം, അതേ ലൈൻ സ്വീകരിക്കണം. ഫയഅലമു എന്ന് വെച്ചാൽ അവർ മനസ്സിലാക്കണം, അന്നഹു യുംകിൻ അൻ യുറഫ് വയുത്ലബ് ലിദാത്തി. അദ്ൽ എന്ന് പറയുന്നത് തിരിച്ചറിയേണ്ടതുണ്ട്, അതിലായതുകൊണ്ട് തന്നെ നമ്മൾ തേടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിലാണെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ തേടണം.
വാന നുസൂസൽ വാരിദ ഫി ബാദിൽ അഹ്കാം മുബയ്യിനത്തുൻ ലഹു. ചില ഹുക്കുമുകളുടെ വിവരണമായി വന്നിട്ടുള്ള നസ്സുകൾ ഇതിനെ വിവരിക്കാനുള്ളവയാണ്. ഹാദിയത്തുൻ ഇലൈഹി, അതിലേക്ക് ചൂണ്ടുന്നവയാണ്. അക്സറുൽ അഹ്കാമിൽ ഖളാഇയ ഫിൽ ഇസ്ലാം ഇജ്തിഹാദിയ. എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ, ബുദ്ധിക്കുള്ള സ്ഥാനം. ഇസ്ലാമിന്റെ ഖളാഇയ ഹുക്കുമുകൾ, ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട ഹുക്കുമുകൾ പലതും ഖുർആൻ എല്ലാം നസ്സായി പറഞ്ഞിട്ടില്ല, മറിച്ച് ചിലതൊക്കെ നസ്സായി പറഞ്ഞു. ബാക്കി അതിൽ നമ്മൾ ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തേണ്ടവയാണ്. ഇജ്തിഹാദിയത്താണ്. എല്ലാ ശിക്ഷാ നിയമങ്ങളും ഖുർആനിൽ വകുപ്പ് തിരിച്ചിങ്ങനെ എണ്ണി പറയുന്നില്ലല്ലോ. ഇജ്തിഹാദിയ ഫൈജ്മൻ യകൂൻ അസാസുഹ തഹരിയൽ അദ്ൽ. അപ്പൊ വിധിവിലക്കുകളിലെ, പ്രത്യേകിച്ച് നിയമ വിധിവിലക്കുകളിലെ ശരി കണ്ടെത്താൻ നമ്മൾ ആശ്രയിക്കേണ്ടത് എന്തിനാണ്? നീതി എന്നുള്ളതിനാണ്. നീതി അന്വേഷിക്കുക, കൃത്യമായ നീതി. ആരോടും പ്രത്യേകിച്ച് അടുപ്പമോ അകലമോ കാണിക്കാതെ കക്ഷികൾ രണ്ടെണ്ണം വന്നാൽ അവരുടെ വാദം കേട്ട് തെളിവുകൾ മനസ്സിലാക്കി എല്ലാം കൃത്യമായിട്ട് ഒരു പക്ഷവും പിടിക്കാതെ കൃത്യമായി നീതി തേടുക. തഹരി എന്നാൽ തൊലബ് എന്നുള്ളതിന് പിന്നാലെ ചെല്ലുക, അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അടിസ്ഥാനം അതാണ് ഇസ്ലാമിലെ ഹുക്മുകളുടെ എല്ലാം കാര്യത്തിൽ. ഗസാലി യുഫസ്സിർ അൽ മീസാൻ ബിൽ അഖ്ൽ അല്ല യുഅല്ലിഫുൽ ഹുജ്ജത്ത്. ഇമാം ഗസാലി മീസാൻ എന്നുള്ളതിന് വ്യാഖ്യാനിക്കുന്നത് അഖ്ൽ എന്നാണ്. ഈ അഖ്ൽ ചെയ്യുന്നത് എന്താ? യുഅല്ലിഫുൽ ഹുജ്ജത്ത്, ഹുജ്ജത്തുകളെല്ലാം ഏകോപിപ്പിക്കുന്നു. വയുമയ്യിസ് ബൈനൽ ഹഖ് വൽ ബാത്തിൽ വൽ അദ്ൽ വൽ ജൗർ. എന്നിട്ട് ബുദ്ധി ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിച്ച് മനസ്സിലാക്കി തരുന്നു. അന്യായം ഇത്, ന്യായം ഇത്, ശരി ഇന്നത്, തെറ്റിന്നത് എന്ന് മനസ്സിലാക്കി വേർതിരിച്ചു തരുന്നു. എല്ലാ തെളിവുകളെയും സമാഹരിച്ച ശേഷം ബുദ്ധി. അതുപോലെ അതിലും ജൗറും, ജൗറിന്റെ എതിരാണ് അതില്, അന്യായവും ന്യായവും. ഇന്നത് അന്യായം, ഇന്നത് ന്യായം എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി തരുന്നു മനുഷ്യന്റെ അക്കല്. ആ അക്കലിനെയാണ് മീസാൻ എന്ന വാക്കിന് ഇമാം ഗസാലി തഫ്സീർ ചെയ്തത്. അപ്പൊ ഹദീസ് ജാബിരി നിന്തൽ ബൈഹഖി, ബൈഹഖിയുടേതായിട്ട് വന്നൊരു പ്രവാചകവചനം അങ്ങനെ കാണുന്നു. ഖിവാമുൽ മർഇൽ അഖ്ലു, മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരം എന്ന് അവന്റെ അഖ്ല. വലാ ദീൻ അലിമല്ല അഖ്ല ലഹു, അതുകൊണ്ട് അഖ്ലില്ലാത്തവന് ദീൻ ഉണ്ടാവില്ല. മീൻ ഹദീസ് ഇന്ദ അബി ശൈഖ് സവാബ് ഇബ്നു നജ്ജാർ, ഇബ്നു നജ്ജാറിന്റെ അടുക്കലുള്ള ഒരു റിപ്പോർട്ട് വെച്ചാൽ ദീനുൽ മർഇ അഖ്ലു, ഒരു മനുഷ്യന്റെ ദീൻ എന്ന് പറഞ്ഞാൽ അവന്റെ അഖ്ലാണ്. ഒമൻ ലാ അഖ്ല ലഹു ലാ ദീന ലഹു, അഖ്ൽ ഒരുത്തനില്ലയോ ഓന് ദീനും ഉണ്ടാവില്ല എന്നാണ് ആ വചനത്തിൽ. ഇനി അടുത്ത ആയത്ത്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നിർത്താം, പിന്നെ നമുക്ക് ഡിസ്കഷൻ ആവാൻ ഇൻഷാ അല്ലാഹ്. ഇന്നല്ലദീന കഫറൂ ബിആയാത്തില്ലാഹ് അല്ലതി അൻസലഹാ ലിഹിദായത്തി ഇബാദിഹി വഇർഷാദിഹിം ഇലാ തുർഖി സഅദ ഫിൽ മആശ് വൽ മആദ്. അല്ലാഹു ഇറക്കിയ ആയത്തുകളിൽ നിഷേധഭാവമുള്ള ആൾക്കാർ, അതിനെ തള്ളിക്കളയുന്ന ആൾക്കാർ, ബോധപൂർവ്വം തള്ളിക്കളയാണ് കഫറ എന്ന് പറഞ്ഞാൽ. എന്തിനിറക്കിയ ആയത്താണ്? തൻ്റെ അടിമകളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി, ഹിദായത്ത് ചെയ്യാൻ വേണ്ടി, സൗഭാഗ്യത്തിന്റെ വിജയത്തിന്റെ വഴി ഇന്നതാണെന്ന് അവർക്ക് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി. എവിടെ സൗഭാഗ്യം? ഫിൽ മആശ് വൽ മആദ്. മആശ് ദുനിയാവാണ്, മആദ് ആഖിറ. ഇഹലോകത്തും പരലോകത്തും സൗഭാഗ്യം, വിജയം നേടാനുള്ള വഴികൾ ചൂണ്ടിക്കാണിക്കാൻ, ഹിദായത്ത് കാണിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിയ ആയത്തുകൾ. ഈ ആയത്തുകളെ തള്ളിക്കളയുന്നവർ, ബോധപൂർവ്വം തള്ളിക്കളയുന്നവർ, ലഹും അദാബുൻ ശദീദ്, കടുത്ത ശിക്ഷ അവർക്കുണ്ട്. എന്തുകൊണ്ട് വെച്ചാൽ ബിമാ യുൽഖിൽ കുഫ്ർ ഫി ഖുലൂബിഹിം മിനൽ ഖുറാഫാത്തി വൽ അബാത്തിൽ അല്ലതി തുത്ഫിഉ നൂറഹ. അവരുടെ ഈ കുഫർ ഉണ്ടല്ലോ, ഈ കുഫർ അവരുടെ ബുദ്ധിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഒരുപാട് ബദ്ധജടിലമായിട്ടുള്ള ബാത്തിലായിട്ടുള്ള വിശ്വാസങ്ങൾ. അല്ലതി തുത്ഫിഉ നൂറഹ, അള്ളാഹു ഇറക്കി കൊടുത്ത പ്രകാശത്തെ മുഴുവൻ ഊതിക്കെടുത്തുന്ന രീതിയിലുള്ള കടുത്ത അന്ധവിശ്വാസങ്ങൾ, കൊടും അയഥാർത്ഥങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ അക്കലുകളിലേക്ക് ഇട്ടുകൊടുക്കുന്ന പണിയാണ് ഈ പറയുന്ന കുഫർ ചെയ്യുന്നത്. ഒമായിട്ടുറുമില്ലേ, അതേപോലെ കുഫർ അവരെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഒരു കാര്യത്തിലേക്ക്. എന്താ കാര്യം? അൽ മാസി വൽ മഫാസിദ് അല്ലതി തുദസ്സി നുഫൂസഹും വതുദന്നിസുഹ. അവരുടെ നഫ്സുകളെ അങ്ങേയറ്റം കളങ്കപ്പെടുത്താൻ, മലിനപ്പെടുത്താൻ വേണ്ടിയുള്ള കേടുപാടുകൾ, പാപങ്ങൾ, അതിലേക്കാണ് അവരുടെ കുഫർ അവരെ വലിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷയുണ്ട്. ഹത്താ തകൂന ദുൽമത്തു ഉഖൂലിഹിം വഫസാദു നുഫൂസിഹിം മൻശഅ അദാബിഹിം ശദീദ്. അപ്പൊ അവരുടെ അഖ്ല് വന്ന ഇരുട്ടും നഫ്സുകൾക്ക് വന്ന ഈ ഫസാദും ആണ് അവർക്കുണ്ടെന്ന് പറയുന്ന കടുത്ത ശിക്ഷയുടെ ഉറവിടം. കടുത്ത ശിക്ഷക്കുള്ള ഉറവിടമായി ഭവിക്കുന്നത് അവരുടെ ഫസാദുൻ നുഫൂസും ദുൽമത്തുൽ ഉഖൂലും ആയിരിക്കുന്നു.
ഫീ തിൽക ദാർ അൽ ആഖിറ, അവിടുത്തെ കടുത്ത ശിക്ഷ, ആ പരലോകത്ത് വരാൻ പോകുന്ന കടുത്ത ശിക്ഷ. അല്ലത്തി, ഏതാണ് പരലോകം? തഗ്ലിബു ഫീഹൽ ഹയാത്തു റൂഹിയ്യ അൽ അഖ്ലിയ്യ അലൽ ഹയാത്തിൽ ബദനിയ്യ അൽ മാദിയ്യ. അവിടെ എന്ന് പറഞ്ഞാൽ റൂഹിന് പ്രാമുഖ്യമുള്ള, അഖലിന് കുറെ കൂടി പ്രാമുഖ്യമുള്ള ജീവിതം ആണ്. അതാണ് ഭൗതിക പദാർത്ഥങ്ങളെക്കാൾ, ഭൗതികമായിട്ടുള്ള മാദിയായിട്ടുള്ള സംഗതികളെക്കാൾ, ശാരീരികമായിട്ടുള്ള പ്രാധാന്യത്തെക്കാൾ മികച്ചു നിൽക്കുക ആ ജീവിതത്തിൽ റൂഹിയത്തിനായിരിക്കും, അഖ്ലിയത്തിനായിരിക്കും. ഇവിടെ ശരീരപ്രധാനമാണ് ജീവിതം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരപ്രധാനമാണ്. ഇവിടുന്ന് വിട്ടാൽ പിന്നെ ആത്മപ്രധാനമാണ്, ആത്മീയ പ്രധാനമാണ്. അപ്പൊ അഖ്ലിയായിട്ടും റൂഹിയായിട്ടും ഉള്ളതിന് ഗലബത്തുണ്ടാവും ബദനീയത്തും മാദിയത്തുമായിട്ടുള്ളതിനേക്കാൾ. അതാണ് പരലോകത്ത് വരും. ഫലായിക്കുണ്ടഹും ഷാഗിലുൻ വല്ലാ മുസല്ലിം മിനൽ മാദ്ദ അമ്മ ഫാത്തഹു മിനൻ നഈം അമ്മ അസാബഹു മിനൽ ജഹീം. അങ്ങനെ വരുമ്പോൾ അവർക്ക് അവിടെ പിന്നെ ഒരു ഷുഗലും ഇല്ല, ഒരു ഷാഗിലും ഇല്ല. അതേപോലെ തന്നെ പിന്നെ അവർക്ക് നഷ്ടപ്പെട്ട പിന്നെ മാദ്ദ, അല്ല, അവർക്ക് നഷ്ടപ്പെട്ട നഈം, സൗഖ്യം, അതിനെ തിരിച്ചു പിടിക്കാൻ ഒരു മാദ്ദ എന്ന് പറയുമ്പോൾ, ഒരു പദാർത്ഥം എന്ന് പറയുന്ന ഒരു മുസല്ലി, ആശ്വാസം നൽകുന്ന ഒരു പദാർത്ഥം, അങ്ങനൊന്നുമില്ല. അമ്മ അസാബഹുമിനൽ ജഹീം. അതേപോലെ അവർക്ക് ലഭിച്ച ജഹീമിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ, അവർക്ക് കിട്ടാതെ പോയ നഈം അവർക്ക് നേടിക്കൊടുക്കാൻ ഒരു ആശ്വാസദായകനുമില്ല, ഒരു ഷാഗിലും അവിടെ അവർക്ക് ഉണ്ടാവില്ല. അതാണ് കടുത്ത ശിക്ഷ അവർക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു. വല്ലാഹു അസീസ് ദുൻതിഖാം. അള്ളാഹു ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവനാണ്, അജയ്യനാണ്. ഇന്തിഖാം അഥവാ ശിക്ഷ നടപ്പാക്കുന്നവനാണ്. ഇന്തിഖാം ഉള്ളവനാണ് അള്ളാഹു എന്നാൽ ശിക്ഷ നടപ്പാക്കുന്നവനാണ് അള്ളാഹു. ഫഹുവ ബിഇസ്സതിഹി യുനഫ്ഫിദു സുനനഹു. അള്ളാഹു തന്റെ ഇസ്സത്തിനാൽ തന്റെ നടപടിക്രമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഫയൻതഖീമു മിമ്മൻ ഖാലഫഹ. തന്റെ നിയമങ്ങളോട് എതിര് നിൽക്കുന്നവൻ അള്ളാഹു തആല പണിഷ് ചെയ്യും. ബി സുൽത്താനിഹില്ലദീ ലാ യുആറദ്. ആരും എതിർക്കാത്ത അവന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു അവർ പണിഷ് ചെയ്യും. വൽ ഇന്തിഖാം മിനൻ നിഖ്മ. അള്ളാഹു ഇന്തിഖാമിന്റെ ആളാണ്. ഇൻതഖമ എന്നത് ഇഫ്തഅലയാണ്, നഖമ എന്നുള്ള വാക്കിൽ നിന്ന്. നിഖ്മത്താണ് മസ്ദർ. നിയമത്തിന്റെ നേരെ എതിരാണ് നിഖ്മത്ത്. അപ്പൊ നിഖ്മത്തിൽ നിന്ന് വരുന്നതാണ് ഇന്തിഖാം. വഹിയ അസത്വ വസൽത്ത, ആധിപത്യം, അധികാരം എന്നുള്ളതൊക്കെയാണ്. വയസ്താമിൽ അഹ്ലു ഹാദൽ അസർ. ഇന്ന് ഇക്കാലത്തുള്ള ആൾക്കാർ ഇന്തിഖാം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് വിമാന ആ തശഫി ബിൽ ഉഖബ, ശിക്ഷയിലൂടെയുള്ള തശഫിയ. തശഫി എന്ന ഒരാളെ ക്യാപിറ്റൽ പണിഷ്മെന്റ് അറിയില്ലേ, അതിനാണ് ഇന്ന് ആൾക്കാർ ഇന്തിഖാം എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ ആൾ വഹോബി ഹാദൽ മാന മുഹാൽ. പക്ഷെ ആ അർത്ഥത്തിൽ ഇവിടെ ഒരിക്കലും പറ്റൂല. അല്ലാഹു തആല, അള്ളാഹുവിന്റെ കാര്യത്തിൽ ആ അർത്ഥം ഒരിക്കലും നടക്കൂല, മുഹാലാണ്. ഇനി അടുത്ത ആയത്ത് ഇപ്പൊ വായിക്കണോ അതോ നമ്മൾ ചർച്ചക്ക് സമയം കാണും? എന്താ കൊണ്ട് 9 ഹലോ, നിർത്തല്ലേ? ഇന്നുള്ളത് അടുത്ത തവണ ആക്കാം ഇൻഷാ അല്ലാഹ്. 142 പേജ് അടുത്ത തവണ ആക്കാം. 19, 40, 43 പേജ് അപ്പം വായിച്ചു, അത്ര മതി. ഇനി എല്ലാവരും രംഗത്ത് വരി, എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനും കൂട്ടിച്ചേർക്കാനും തിരുത്താനും എല്ലാം ആയിട്ട്. ഓക്കെ, ഓപ്പൺ ടു ഓൾ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, നല്ല ക്ലാസ് ഇനി നല്ലൊരു വെറൈറ്റി ക്ലാസ്. ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ പോവാനായി. അത് അതിലെന്നെ ഇട്ടേനോണ്ട്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മളുടെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവുക ഫുർഖാൻ എന്ന വാക്കിൽ അർത്ഥമായിരിക്കും അല്ലേ? അഞ്ചൽ ഫുർഖാൻ എന്നുള്ളതിന് കൊടുത്ത വ്യാഖ്യാനമായിരിക്കും നമുക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു, ഒന്ന് ഇല്ലേ?